വിഷുവിനെ വരവേൽക്കാനുള്ള കണിവെള്ളരി വയലുകളിൽ ഭാഗമായി വിളവെടുത്തു തുടങ്ങി. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, ചെത്തുകടവ്, ചെറുകുളത്തൂർ, വളയന്നൂർ, കുറ്റിക്കാട്ടൂർ ഭാഗങ്ങളിലെ വയലുകളിലാണ് കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടത്തിയത്. കടുത്ത വരൾച്ചയെ അതിജീവിച്ച് ഏറെ സാഹസപ്പെട്ടാണ് കർഷകർ ഇത്തവണ വെള്ളരി വിളയിപ്പിച്ചെടുത്തത്. പാകമാകുന്നതിനു മുമ്പ് തന്നെ നിരവധി കായ്കൾ വീണുപോയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ കാരണം കണിവെക്കാനുള്ള വെള്ളരികളിൽ പലതും പൊട്ടിക്കീറിയത് കാരണം മാറ്റിവെക്കേണ്ട ദുരവസ്ഥ കർഷകർക്കുണ്ടാക്കുന്നുണ്ട്. ലഭ്യമാകുന്ന ഇടത്തുനിന്ന് വെള്ളമെത്തിച്ച് ഏറെ പ്രയാസം സഹിച്ചാണ് കർഷകർ കൃഷി പാകമാക്കിയെടുത്തത്. പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കൂടുതലായി അയൽനാടുകളിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് എത്തുന്നതെങ്കിലും വർഷങ്ങളായി വിഷുവിനുള്ള കണിവെള്ളരി നാട്ടിൽ തന്നെ വിളയിച്ചെടുക്കുകയാണ് പതിവ്. കടുത്ത വേലിൽ ജനിതകമാറ്റം സംഭവിക്കുകയും കണിവെള്ളരിക്ക് പകരം മിക്ക വള്ളികളിലും കറിവെള്ളരിയാണ് വിളയുന്നതെന്നുമാണ് കർഷകരുടെ പ്രധാന ആവലാതി. വിളവെടുത്ത വെള്ളരികളിൽ നിന്നുള്ള വിത്തുകളാണ് അടുത്ത വർഷത്തെ കൃഷിക്ക് സൂക്ഷിച്ചു വെക്കാറുള്ളത്. ഇങ്ങനെ കഴിഞ്ഞ വർഷം സൂക്ഷിച്ചു വെച്ച വിത്തുകളാണ് ഇത്തവണ ഉപയോഗിച്ചത്. സൂപ്പർ മാർക്കറ്റുകളിലേക്കും സംഭരണ കേന്ദ്രങ്ങളിലേക്കുമായാണ് ആദ്യം ഇവ കയറ്റി അയച്ചു തുടങ്ങിയത്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വലിയ സൂപ്പർ മാർക്കറ്റുകളിലേക്കടക്കം ഈ ഭാഗങ്ങളിൽ നിന്ന് ലോഡുകൾ കൊണ്ടുപോയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകളിലേക്കടക്കം ഈ മേഖലയിൽ നിന്ന് നിരവധി ലോഡുകൾ കണിവെള്ളരി കയറ്റിപ്പോയിട്ടുണ്ട്. പ്രാദേശിക വിപണിയിൽ വിഷുവിന് 1-2 ദിവസം മുമ്പാണ് കണിവെള്ളരി എത്താറുള്ളത്. നെൽകൃഷി വിളഞ്ഞ ശേഷം ഒഴിഞ്ഞ പാടങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ വിത്തിട്ടാൽ വിഷു ആകുമ്പോഴേക്കും വിളഞ്ഞു പാകമാവാറാണ് പതിവ്. സാധാരണ കിട്ടുന്നതിനേക്കാളും വളരെയേറെ കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കൂടുതൽ പൊട്ട് വരുന്നുണ്ട്. ജനിതക മാറ്റം വളരെ കൂടുതലാണ്. നല്ല രീതിയിലുള്ള കണിവെള്ളരിൻ്റെ കായ എടുത്ത് വെച്ച് വിത്താക്കി കുഴിച്ചിട്ടിട്ട് പോലും വളരെയേറെ കൂടുതലായിട്ട് കറിവെള്ളരിയാണ് ഞങ്ങൾക്ക് പറിക്കാൻ കിട്ടുന്നത്. അത് ഈ കാലാവസ്ഥൻ്റെ മാറ്റത്തിനനുസരിച്ച് വെള്ളരിൻ്റെ മാറ്റം സംഭവിക്കുന്നതാണ്. അമിതമായ ചൂടാണ്. ഈ ചൂടിന് അരിമ്പ് മുറിയുന്നില്ല. അതുകൊണ്ട് ഉൽപ്പാദനം വളരെയേറെ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വളരെയേറെ ജാസ്തി കുറവായിട്ടാണ് വെള്ളരിൻ്റെ ഉൽപ്പാദനം കാണുന്നത്. ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.